അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി. നമ്മളിപ്പോൾ സുംബ ഡാൻസ് ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇത്രമാത്രം വിവാദമാക്കാൻ പല കാരണങ്ങളുണ്ടാകും. സ്വാഭാവികമായിട്ടും ആ കാരണങ്ങളെക്കുറിച്ചുള്ളൊരു ചെകയലാണ് നമ്മൾ ഇന്നത്തെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നിങ്ങനെ സംസാരിക്കാം. ഇത് തുടങ്ങുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപകൻ സുംബ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ഭാഗവാക്കാകാൻ, എനിക്കും എൻ്റെ മക്കളെയും അതിൻ്റെ ഭാഗവാക്കാകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായ പ്രകടനത്തിലൂടെയാണ്. പക്ഷെ അത് അവസാനം കലാശിച്ചിട്ടുള്ളത് ആ അധ്യാപകന്റെ സസ്പെൻഷനിലാണ്. അതിന് സർക്കാരിന് നേർക്ക് നേരെ പങ്കുണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതവിടെ നടക്കട്ടെ. പക്ഷെ നമ്മുടെ കാതലായ വിഷയം, ഈ സുംബ ഡാൻസിനെതിരെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ എനിക്കതിൽ പങ്കെടുക്കാൻ കഴിയില്ല, എൻ്റെ മക്കളെ അതിലേക്ക് ചേർത്താൻ എനിക്ക് കഴിയില്ല എന്ന രൂപത്തിൽ പറഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായ നടപടിയും ബാക്കിയുണ്ടായ ചർച്ചകളും ഉള്ള ഒച്ചപ്പാടുകളും ഒക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ പരിഗണിക്കേണ്ടതെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ശരിക്ക് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്? ഈ ഒച്ചപ്പാടുകളും എങ്ങനെ നമ്മൾ കാണണം, ഇങ്ങനെ ഒരു വിവാദത്തെ എങ്ങനെ നമ്മൾ കാണണം എന്നുള്ള നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ഉള്ള ഒരു അവകാശമാണല്ലോ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശം, അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു അധ്യാപകനാണെങ്കിലും ഇപ്പോൾ സംഗതി എന്ന് വെച്ചാൽ ഇത് കൊണ്ടുവരുന്ന ഒരു പൊതുവിദ്യാലയത്തിലാണല്ലോ. പൊതുവിദ്യാലയത്തിൽ എല്ലാതരം ആളുകളും ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പറ്റാത്ത ഒരു സാധനം വരുമ്പോൾ ആളുകൾ വിയോജിപ്പ് രേഖപ്പെടുത്തുക സ്വാഭാവികമാണ്. അപ്പോൾ ആ വിയോജിപ്പിനോട് ചർച്ചകളാവാം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അയാളെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ, അയാളുടെ ജോലി കളയുന്ന രൂപത്തിൽ സസ്പെൻഷൻ നടപടികളിലേക്കൊക്കെ പോകുന്നത് ഒരുതരം ഫാഷിസമാണ്. ഈ സാധനത്തെ ഇത്തരം ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം സംഗതികളെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നത് അത് മറ്റൊരു സാംസ്കാരികമായ ഒരു അധിനിവേശം. എന്നാൽ നമ്മളെ മക്കൾ ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി ഇതിനു മുമ്പ് ഒരുപാട് ചർച്ചകൾ വന്ന് സ്കൂളുകളിൽ മുഴുവൻ ചർച്ചകൾ വെച്ച് അഭിപ്രായ ശേഖരണം നടത്തി അതിനൊക്കെ ബേസ് ചെയ്ത് ഇത് നടപ്പിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ്. കുട്ടികളിത് ഫുള്ള് പഠിക്കുകയാണ്. ഈ സൂംബ ഡാൻസും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒരു ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ ഇത് വരണമെങ്കിൽ അതിന് ഒരുപാട് ചർച്ചകൾ തന്നെ. ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഒരുപാട് കണ്ടന്റുകൾ എടുത്ത് അതിന് കുറേ ഫിൽട്ടർ ചെയ്ത് ഏതൊക്കെ വേണമെന്ന് ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ഈ കണ്ടന്റ് കൊണ്ടുവരിക. സ്വാഭാവികമായിട്ട് അതിൻ്റെ പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ തീരുമാനങ്ങളും നടന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു ലഹരിക്കെതിരെ ഉള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിനോദ വ്യായാമമായ ഒരു പ്രവൃത്തി, ഒരു വിനോദവും വ്യായാമവും മിക്സ് ചെയ്ത ഒരു പ്രവൃത്തിയെ കൊണ്ടുവരികയാണ്. അതിൽ നടക്കുന്ന എന്താ വെച്ചാൽ ഒരു പ്ലഷർ, ഒരു ഇത് കിട്ടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി, അതാണോ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്കാണോ നമ്മളെ മക്കൾ പോകേണ്ടത് എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് എതിർപ്പുള്ള ആളുകളുണ്ടാവും. സ്വാഭാവികമായിട്ട് ആളുകളെ മുമ്പ് ഡാൻസ് കളിക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും, ഇൻട്രോവേർട്ടായ ആളുകളുണ്ടാവും, ഒതുങ്ങിക്കൂടുന്ന ആളുകളുണ്ടാവും. ഇതൊന്നും അല്ലാതെ ചില വാല്യൂസിൻ്റെ ഭാഗമായിട്ട് അതിനോട് ചേരാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ വിയോജിപ്പ് പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ്. അപ്പം ആ വിയോജിപ്പിനെ ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയില്ലായ്മയാണ് മൊത്തത്തിൽ കാണുക. അത് മാത്രമല്ല, എന്ത് വന്നാലും അതിനെ ക്യാൻസൽ ചെയ്യുന്ന രൂപത്തിൽ അതിനെ എന്നിട്ടൊരു ഔട്ട്റേജിലേക്ക് കൊണ്ടുപോയി അയാളെ അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദാഹരണം, ഈ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം, ഇപ്പോൾ ചാനൽ ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു അവതാരിക ചോദിച്ചൊരു ചോദ്യം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. അവതാരിക ചോദിച്ചത്, നിങ്ങളുടെ മതാചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്ഥലമാകണം പൊതുവിദ്യാലയങ്ങൾ, അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞു തരുന്നത് എന്നൊരു ഒരാള് ഒരു സംഗതിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാരണം എന്തും ആയിക്കോട്ടെ, അത് അയാള് സ്വീകരിക്കുന്ന നിലപാടുകളോ അയാളെ ആദർശമോ അയാളെ മതമോ അയാളുടെ പരമ്പരാഗത മൂല്യങ്ങളോ അല്ലെങ്കിൽ അയാളെ രാഷ്ട്രത്തിന്റെ മൂല്യങ്ങളോ എന്തും ആയിക്കോട്ടെ, അതെന്തിന് അയാൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതിനെ നമ്മൾ അംഗീകരിക്കാം. അതിന്റെ കാരണം നിങ്ങളെ മതമല്ലേ എന്ന് പറഞ്ഞു മതത്തിനെ അറ്റാക്ക് ചെയ്യുക. പോകുന്നത് താലിബാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെയാണ് എല്ലാവരും പോകുന്നത്. മാത്രമല്ല, ഇവിടെ പറഞ്ഞൊരു സംഗതി ഒരു മതാചാരം നടപ്പിലാക്കണം എന്ന് പോലും അല്ല, അതൊന്നും അല്ലല്ലോ. നമ്മുടെ മതപരമായിട്ട് എനിക്കതിന്ന് വിട്ടു നിൽക്കണം. അതിന്റെ കാരണം എന്തും ആയിക്കോട്ടെ, അത് ആ കാരണം ആ കാരണം നോക്കി ആ കാരണത്തെ അതിനെ അറ്റാക്ക് ചെയ്യുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എൻ്റെ മക്കൾക്കും അതിനൊരു പ്രയാസമുണ്ട് എന്നിപ്പോൾ ഒരുപാട് വേറെ കമന്റ്സ് ഉണ്ട്. അപ്പോൾ ആളുകളെ മുമ്പിൽ വെച്ച് ഡാൻസ് ചെയ്യാൻ ഉള്ള ഒരു പ്രയാസം പറഞ്ഞുകൊണ്ടുള്ള, അതൊക്കെ ഓരോരുത്തർക്കുള്ള ഒരു വ്യക്തിപരമായി എടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. അതിന് മാറി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും കഴിയൂല ഒരു സ്ഥലത്ത് നിന്ന് ഡാൻസ് കളിക്കാനും പാട്ടിനനുസരിച്ച് ഡാൻസ് അങ്ങനെ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ. ഇത് കേവലം ഒരു പെൺകുട്ടികളും ആൺകുട്ടികളും കൂടിക്കലരുന്ന വിഷയം മാത്രമല്ല. നമ്മള് ഒരു കൂട്ടത്തിൽ, ഇപ്പൊ ആൺകുട്ടികളുടെ കൂട്ടത്തിലാണ് നമ്മളെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കുറെ പുരുഷന്മാരുള്ള ഒരു കൂട്ടത്തിൽ,
പക്ഷെ അവിടെ പോലും ഇവരുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ മടിയുള്ള ആളുകളുണ്ടാവും, ഒരുപാട് ആളുണ്ടാവും. പല രൂപത്തില് നാണമുള്ള ആളുകളുണ്ടാവും, ഇങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആളുകളെ അവരുടെ മതം നോക്കി അറ്റാക്ക് ചെയ്യുന്ന ഒരു 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 ശൈലിയാണ് നമ്മളിപ്പോ ഈ റീസെന്റ് ഉള്ള ചർച്ചകളിൽ മുഴുവൻ കണ്ടത്. മാത്രമല്ല ഈ കോർ വിഷയത്തെ പലരും അഡ്രസ് ചെയ്യുന്നില്ല. ഇവിടെ മെയിൻ പ്രശ്നം ആയിരുന്ന ഒരു സംഗതി, ഇത് നിർബന്ധമായും പാരന്റ്സിന് പോലും ചോയ്സ് ഇല്ല എന്നുള്ള രൂപത്തിലായിരുന്നു ഉത്തരവ് വന്നത്. RTE ആക്ട് പ്രകാരം ഇത്തരം ഒരു സംഗതി സ്കൂളിൽ വന്നാൽ വിദ്യാർത്ഥികൾ നിർബന്ധമായി പങ്കെടുക്കണമെന്നും രക്ഷിതാക്കൾക്ക് അതിൽ ചോയ്സ് ഇല്ലാന്നും കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ്. അതെ. അപ്പൊ അവിടെ അങ്ങനെ ഒരു സംഗതി പിന്നെ ഒരു പൊതുവിദ്യാലയത്തിലാണ് പറയുന്നത് ഇങ്ങനൊരു സംഗതി കൊണ്ടുവന്നിട്ട്. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം എന്നുള്ളത് അതിന്റെ പേരിലൊക്കെയാണ് പിന്നെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഇത് അവർക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാമല്ലോ എന്നാണ് പിന്നെ മലക്കം. പിന്നെ അത് എനിക്ക് തോന്നുന്നത് പിന്നെ നിർബന്ധമില്ല, വേണ്ടവർ പങ്കെടുത്തോട്ടെ എന്നുള്ളത് പിന്നെ വന്നതാണ്. അതും വാക്കുകളിൽ പറഞ്ഞ, പക്ഷെ എനിക്കൊണ്ട് എഴുതി വെക്കപ്പെട്ടത് രേഖകളിലുള്ളത് ചോയ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നാളെ ഇത് പിന്നെയും ഇപ്പൊ നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റി കാണുന്ന പോലെ തന്നെ നാളെ ഇത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പോകുമ്പോൾ ചർച്ചകൾ വഴിമാറിയാലും രേഖപ്പെടുത്തപ്പെട്ടത് അവിടെ തന്നെ ഉണ്ടാവും. അത് കാലാകാലങ്ങളിൽ നമ്മളെ മക്കൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു രൂപത്തിലേക്ക് പോകുമ്പോൾ അവര് ഒരു പെർസ്പെക്റ്റീവ് മാറാണല്ലോ, പുതിയ കൾച്ചർ സ്വീകരിക്കുകയാണല്ലോ കുട്ടികൾ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ ഒരു ഡാൻസ് കളിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അതിന്റെ ഭാഗവാക്കാകണം, നിർബന്ധമായിട്ടാകണം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിയോജിപ്പ്. ചെയ്യുന്നവർ ചെയ്തോട്ടെ. അതെ, ചെയ്യുന്നവർ ചെയ്തോട്ടെ. അതിപ്പോ ഈ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളും അങ്ങനെയാണ്. യൂണിഫോമിന്റെ കൂടെ മറ്റേ മഫ്ത ധരിക്കുന്ന പെൺകുട്ടികളുണ്ട്, ഇഷ്ടമുള്ളവർ ചെയ്തോട്ടെ. അതല്ലാതെ എത്രയോ കുട്ടികളെ അതിന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷെ പ്രശ്നമാകുന്നത് എപ്പോഴാണ്? ഇത് നിർബന്ധമായും നമ്മുടെ മതവിശ്വാസം, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റാകുമ്പോഴും അവിടെ നമ്മുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് നമ്മൾ അവിടെ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചൊരു സംഗതി, ഇവിടെ ഒരു ഫാഷിസം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം അവർ അടിച്ചേൽപ്പിക്കുകയാണ്, നമ്മളൊരു ചർച്ചകളില്ലാതെ ജനകീയമായ അഭിപ്രായങ്ങൾ, അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഒന്നും നടക്കാതെ ജനഹിതം അറിയാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇത് അടിച്ചേൽപ്പിക്കലാണെന്ന് പറയുമ്പോൾ, ഫാഷിസം ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് പോകുന്ന ഒരു ചിന്ത, ഇതിന്റെ പേരിൽ എന്തെങ്കിലും കടുത്ത നടപടികൾ, ഇപ്പോ ഹിറ്റ്ലറൊക്കെ ചെയ്ത പോലെ എന്തെങ്കിലും അത് മാത്രമല്ലല്ലോ ഫാഷിസം എന്ന് പറയുന്നത്. ഫാഷിസം എന്ന് പറഞ്ഞാൽ പല തരങ്ങളിലുണ്ട്. അത് ഭയങ്കര ഫിസിക്കലി വയലന്റ് ആകുന്ന രൂപത്തിലുണ്ടാവും, വംശഹത്യകൾ ചെയ്യുന്ന രൂപത്തിലേക്ക് പോകുന്ന ഫാഷിസം ഉണ്ടാവും. അതല്ലാതെ കൾച്ചറലി നടക്കുന്ന ഒരു സാംസ്കാരികമായി നടക്കുന്ന ഒരു ഫാഷിസം ഉണ്ടാകും. ഇവിടെ ശരിക്കും നമ്മൾക്ക് കാണാൻ കഴിയുന്ന ആ സാംസ്കാരികമായ ഒരു ഫാഷിസം ആണെന്ന് തോന്നുന്നു. നമ്മളെ സംസ്കാരത്തിന് മേലുള്ള ഒരു കടന്ന് നമ്മൾ പൊതുവെ മലയാളികളൊക്കെ ശീലിച്ച് പോരുന്ന ഒരു ഒരു നമ്മളൊരു പരമ്പരാഗത മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു സംസ്കാരം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ നമ്മളൊരു വെസ്റ്റേൺ കൾച്ചറിനെ പുലുകിക്കൊണ്ട് ഇതാണ് പുരോഗമനം എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ജനറേഷനൊക്കെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അശ്ലീലതകളെ എപ്പോഴും എതിർത്തൊരു പാരമ്പര്യമാണ് സത്യത്തിൽ കേരളത്തിലുള്ളത്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പുതിയ തലമുറ എന്തെങ്കിലും അശ്ലീലങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഒരു സദാചാര വിരുദ്ധമാണ് എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും ഇടപെട്ട ഒരു സാംസ്കാരിക മണ്ഡലമാണ് കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലം എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ സദാചാരം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും, അത് തന്നെ ഒരു നെഗറ്റീവായി മാറി. സദാചാരം എന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവാണ്. സദാചാരം പറയുന്നവര് അമ്മാവന്മാരാണ്. അപ്പോൾ മുമ്പ് ഇപ്പോൾ മോഹിനിയാട്ടം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. മോഹിനിയാട്ടം നിരോധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ മോഹിനിയാട്ടത്തിലെ അശ്ലീലതകൾ കാരണമാണ്. എന്നിട്ട് വള്ളത്തോള് അന്ന് കൊച്ചി രാജാവിന് കലാമണ്ഡലം ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്ത കൊച്ചി രാജാവ് ഇതിവിടെ പറ്റൂല എന്ന് പറയുമ്പോൾ വള്ളത്തോള് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, മോഹിനിയാട്ടത്തിലെ അശ്ലീലതകൾ ഞാൻ മാറ്റിക്കോളാം, എന്നിട്ട് അതിനെ ശുദ്ധീകരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് അതിനെ കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മയൊക്കെ പരിഷ്കരിച്ചെടുത്തൊരു മോഹിനിയാട്ടമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാ അതിൽ അശ്ലീലതകൾ ഉള്ളതുകൊണ്ടാണ്. ഈ അടുത്ത് 14 വർഷം മുമ്പാണ് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഈ സിനിമാറ്റിക് ഡാൻസ് നിരോധിക്കുന്നത്. അപ്പൊ സിനിമാറ്റിക് ഡാൻസ് എന്തുകൊണ്ടാ വെച്ചാൽ അതിൽ വൾഗാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അത് സിനിമാ പാട്ടിട്ടിട്ട് ആണും പെണ്ണും ഒരുമിച്ച് കൂടി ഗ്രൂപ്പായിട്ട് ഡാൻസ് ചെയ്യുന്ന ആ സംഗതി അത് നമ്മളുടെ ഒരു കൾച്ചറിന് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു സംഗതി മതസംഘടനന്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് പോലും അല്ല. അപ്പൊ അങ്ങനത്തെ നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ പരമ്പരാഗത മൂല്യങ്ങളോട് സ്വീകരിക്കാൻ പറ്റാത്ത, ചേർത്ത് വെക്കാൻ പറ്റാത്ത സംഗതികളെ വീണ്ടും സർക്കാർ തന്നെ കൊണ്ടുവന്ന് നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിയോജിപ്പുകൾ അത് എന്തിന്റെ ബേസിലും വരട്ടെ, മതത്തിന്റെ ബേസിലോ പരമ്പരാഗത മൂല്യങ്ങളുടെ ബേസിലോ എന്ത് ബേസിലും വരട്ടെ, ആ വിയോജിപ്പ് രേഖപ്പെടുത്താൽ അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു സംഗതി കൂടി ഉണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ പാശ്ചാത്യ മൂല്യങ്ങളെ നമ്മൾ പുൽകുന്നു, ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ.
യഥാർത്ഥത്തിൽ അവിടെ വേറൊരു അജണ്ട കൂടി നടക്കുന്നുണ്ട്. ഇപ്പൊ പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അവര് ലോകത്തെ ഒരു യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു ലോകക്രമത്തിൽ നിന്ന് അവർ പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ഭൂഖണ്ഡങ്ങളിലുള്ള ആളുകളൊക്കെ ഇപ്പൊ ഏഷ്യക്കാര്, ആഫ്രിക്കക്കാര്, ഇവരൊക്കെ വളരെ അപരിഷ്കൃതരാണ്. നമ്മൾ ബാർബേറിയൻസ് ആണ്. ഇപ്പൊ ഈ അടുത്ത് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി വിജയിച്ച സന്ദർഭത്തിൽ സൊഹ്റാൻ മംദാനിക്കെതിരെ അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഒരു പൊളിറ്റീഷ്യൻ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന രീതിയെ വിമർശിച്ചു. കണ്ടിരുന്നു? കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് സിവിലൈസ്ഡ് ആയ ഒരു സാംസ്കാരിക ലോകത്തിന് ചേർന്നതല്ല. അപ്പൊ അതിന്റെ അടിയിൽ വേറെ കമന്റ് ഉണ്ടായിരുന്നു, അതായത് ടോയ്ലറ്റിലേക്ക് പോയാൽ നിങ്ങൾ കഴുകുന്ന അത് അതിലേറെ അൺസിവിലൈസ്ഡ് അല്ല, ബാർബേറിയൻ അല്ലേ എന്നുള്ള രൂപത്തിൽ. അത് വേറെ ഒരു ചർച്ചയാണ്. കിഴക്കിനെ മൊത്തത്തിൽ കിഴക്കിനെ മൊത്തം ഒരു അപരിഷ്കൃതവും വളരെ പിന്നോട്ടടിച്ച എന്താ പറയാ ഇപ്പൊ പരിഷ്കൃതരല്ലാത്തൊരു സമൂഹം, ബാർബേറിയൻസ്. അതാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. നമ്മളൊക്കെ ഭയങ്കര സിവിലൈസ്ഡ് ആണ്. അതിന്റെ ഒരു അടിസ്ഥാന സാധനം എന്ന് പറഞ്ഞാൽ സ്കിൻ കളർ തന്നെയാണ്. വൈറ്റ്സ് എന്നുള്ള ഒരു സുപ്രീമസി, ഒരു വൈറ്റ് സുപ്രീമസിന്റെ ഒരു ഇതും കൂടി. അതെ, വെള്ളക്കാരൻ്റെതാണ് സംസ്കാരം, ബാക്കിയുള്ളവരതൊക്കെ സംസ്കാര ശൂന്യതയാണ് എന്നുള്ള രൂപത്തിലുള്ള സംസാരം. ശരിക്ക് ആ ഒരു അജണ്ടയുടെ എന്താ സാക്ഷാത്കരണം കൂടിയാണ് ശരിക്കും ഇവിടെ നമ്മളതിനെ പുലുകുമ്പോൾ സംഭവിക്കുന്നത്. അത് പലപ്പോഴും പലരും അത്ര ഗൗനിക്കാറില്ല. എന്തുകൊണ്ട് ഇപ്പൊ വസ്ത്രധാരണത്തിലാണെങ്കിൽ, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിങ്ങിന്റെ രീതിയിലാണെങ്കിൽ, എല്ലാത്തിലും ആ വെസ്റ്റേൺ മൂല്യങ്ങളെ നമ്മൾ പുലുകുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ അജണ്ടകളാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കുന്നത്, അവരുടെ സാംസ്കാരിക അധിനിവേശമാണ് ഇവിടെ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. പക്ഷെ അതെന്തോ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന രൂപത്തിൽ, എന്തുകൊണ്ടോ അങ്ങോട്ടേക്ക് ചിന്ത വികസിക്കാത്തത് കൊണ്ടാണോ, ലോക കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ അത്ര ഗൗരവത്തിൽ ചിന്തിക്കാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനൊരു ട്രെൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അത്ഭുതകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഈ സുംബ ഡാൻസിന്റെ വിഷയത്തിൽ തന്നെ ഈ വിഷയം കൊണ്ടുവരുന്നത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. പക്ഷെ ഇവർ കൊണ്ടുവരുന്ന വാല്യൂസ് വെസ്റ്റേൺ ക്യാപിറ്റലിസത്തിന്റെ, മുതലാളിത്തത്തിന്റെ വാല്യൂസ് ആണ്. അത് എന്തൊരു വൈരുദ്ധ്യമാണ്. കാരണം മുതലാളിത്തത്തിനെതിരെ നിലനിൽക്കാൻ വേണ്ടി വന്ന തൊഴിലാളി വർഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ധർമ്മം നിർവഹിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ കൾച്ചറൽ ഫാഷിസത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട്. ആ കൾച്ചറൽ ഫാഷിസം യഥാർത്ഥത്തിൽ ഈ പാശ്ചാത്യ ഈ നമ്മൾ വലിയ സാംസ്കാരിക നേതാക്കന്മാരാണ്, ഔന്നത്യമുള്ളവരാണെന്ന് പറയുന്ന ആളുകളുടെ അതേ രീതിയാണ് ഇവിടെ കേരളത്തിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു വിരോധാഭാസം കൂടി ആ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ ഒരു മതത്തിന്റെ പരിപ്രേക്ഷ്യത്തിലൂടെ മാത്രം അതിനെ ഒരു ട്രാക്ക് മാറ്റാണ്. സത്യത്തിൽ ഈ വിഷയത്തെ മൊത്തം ഇതൊന്നും മതവിശ്വാസികളുടെ മാത്രം, മതവിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഇതിനോട് വിയോജിപ്പുകൾ ഉണ്ടാവും. മതവിശ്വാസികളല്ലാത്ത എല്ലാവരും ഡാൻസ് കളിക്കാൻ ഇസ്ലാമോഫോബിക്കിന്റെ ഒരു എലമെന്റും കൂടി ഉണ്ട്. കാരണം എവിടെയും പ്രതികരിക്കുന്നതും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതും ഒരു മുസ്ലിം ആണെങ്കിൽ അതിൽ മതത്തിന്റെ ഒരു ഇതിലേക്ക് ചെകഞ്ഞു പോകുന്ന, പിന്നെ താലിബാനിലേക്കും അഫ്ഗാനിലേക്കും കണക്ട് ചെയ്യുന്ന രീതി മുഴുവൻ പ്രകടമാണ്. അതല്ല മറ്റൊരു മതക്കാരനാണെങ്കിൽ പിന്നെ അതിലേക്ക് പോകുന്നില്ല എന്നത് അവിടെ കറക്റ്റായിട്ട് നമ്മൾ കാണുന്നത് വിസിബിൾ ആയിട്ടുള്ള സാധനം ഇസ്ലാമോഫോബിക് എലമെന്റ് അതിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നുള്ളതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. സുംബ ഡാൻസ് എങ്ങനെ ഇതിന് പരിഹാരമാകും? ഇവർ കൊണ്ടുവന്ന ഒരു ക്യാമ്പയിൻ എന്താണ്? ലഹരിക്കെതിരെ. പക്ഷെ സുംബ ഡാൻസിലൂടെ ഉണ്ടാകുന്ന എന്താണ്? ഒരു തരം ഡാൻസ് കൾച്ചർ ഉണ്ടാകുന്നു. ആ ഡാൻസ് കൾച്ചറിന്റെ ഭാഗം ഇപ്പൊ നമ്മൾ സാധാരണ ഈ മദ്യം, പ്രത്യേകിച്ച് ഇപ്പൊ ഈ അടുത്ത് നമ്മൾ പിടികൂടപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സ്, ഈ MDMA പോലുള്ള, അതൊക്കെ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് നൈറ്റ് ക്ലബ്ബുകളിൽ നിന്ന്, ഇങ്ങനത്തെ മ്യൂസിക് കൺസേർട്ടുകൾ നടക്കുന്നത്. ഈ അടുത്ത് തന്നെ പിടിക്കപ്പെടുന്ന പല MDMA അങ്ങനത്തെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ പേരിൽ പിടിക്കപ്പെടുന്ന വലിയ വലിയ സെലിബ്രിറ്റീസ്, അവർക്ക് ആ ഇൻഡസ്ട്രിയിലുള്ളവരും കൂടിയാണ്. എന്റർടൈൻമെന്റും സ്പോർട്സും. ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഇതിലേക്ക് കൂടുതൽ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് ആളുകളെ നയിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ നയിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇത് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരമാകുക എന്നുള്ളത് കുറച്ചും കൂടി അന്വേഷിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് കണ്ടെത്താം. അപ്പൊ UN ഇതിനു വേണ്ടി പ്രത്യേകം വിങ് ഉണ്ട്. ഈ ക്രൈം ആൻഡ് ഡ്രഗ് പ്രിവെൻഷന് വേണ്ടിയിട്ട് പ്രത്യേക വിങ് ഉണ്ട്. അതിൽ തന്നെ അവരിറക്കിയ ഡോക്യുമെന്റ് ഉണ്ട്. അതായത് സ്കൂൾ അവേഴ്സിൽ കുട്ടികളുടെ ഡ്രഗ് പ്രിവെൻഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ആക്ടിവിറ്റീസ്, നല്ല നല്ല ആക്ടിവിറ്റീസ്. അതിലൊന്നും സൂംബ ഡാൻസ് ഇല്ല. അപ്പൊ അതിന്റെ ഡോക്യുമെന്റ് ഉണ്ടാവും, ഡോക്യുമെന്റ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്കൂളുകളിൽ കൃത്യമായിട്ട്. അതൊന്നും ആരുടെയും വാല്യൂസിനെ
പിന്നെ ഹത്യ ചെയ്യാത്ത രൂപത്തിലുള്ള സംഗതികൾ. അപ്പം അങ്ങനത്തെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊന്നും ഇല്ലാതെ ഉള്ള ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ, അതും ടെക്സ്റ്റ് ബുക്കുകളിലൂടെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിച്ചു പോകണം അതിൻ്റെ പിന്നിൽ അജണ്ടകൾ ഉണ്ടോ എന്നുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ വരണമെങ്കിൽ അതിനൊരു പ്ലാനിങ് ഉണ്ട്. അതെ, അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന വേറൊരു വലിയ പ്രശ്നം. അപ്പോൾ സുംബ ഡാൻസിന്റെ അത് എന്തിനാണോ പരിഹാരമായി കൊണ്ടുവന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു സംഗതി നമുക്ക് അതിൽ കാണാൻ കഴിയും. അതോടൊപ്പം എതിർക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഒരു കൾച്ചറൽ ഫാഷിസത്തിന്റെ ഒരു സംഗതി നമുക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ശരിക്കും വിമർശിക്കപ്പെടേണ്ട സംഗതികളാണ്. നമ്മൾ ഒരിക്കലും ഇതിനെങ്ങനെ അന്ധമായി അതങ്ങ് നടന്നോട്ടെ, അത് നടത്തേണ്ട പരിഷ്കാരങ്ങൾ നടന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നോക്കി നിൽക്കേണ്ട, നിശബ്ദരാകേണ്ടുന്ന സംഗതികളല്ല. നമ്മൾ കൃത്യമായി നമ്മുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടുന്ന വിഷയങ്ങൾ കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.